പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ്സ് ഗൈഡ്സ് എന്ത് മെസ്സേജാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ എനർജീസുമായി ഒരുപോലെ റെസനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റീഡിങ്ങിൽ വരാണെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ എന്തോ ഒരു ലൈഫ് ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതുതായിട്ടുള്ള ഒരു ന്യൂ ജേണി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ജേണിയിൽ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ആ ഒരു ജേണിയിൽ എന്ത് തന്നെ ആയാലും നിങ്ങൾ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്, ഒരു പുതിയ തുടക്കം. അപ്പോൾ ആ ഒരു തുടക്കത്തെ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക ആ ഒരു പ്രോസസ്സിനെ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി നിങ്ങൾ സ്വയം ആർജിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് പല ഫിയർ ഫാക്ടർ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളെ തന്നെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മളെ കൈകളിൽ നിൽക്കുമോ, അല്ലെങ്കിൽ എനിക്കതിന് കഴിവുണ്ടോ എന്നുള്ള പല ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുതിയ ജേണി ആയിക്കോട്ടെ, നിങ്ങളെടുത്ത പുതിയൊരു തീരുമാനങ്ങളായിരിക്കാം, അത് വേണോ വേണ്ടേ എന്നുള്ളൊരു സെൽഫ് ഡൗട്ടൊക്കെ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്നുണ്ട് മൈൻഡിൽ. ആ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല ഇവിടെ. അത് പൂർണ്ണമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം ശരി തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിറ്റ്സ് ഗൈഡ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത് ഡെവിൾ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ബോൺഡ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് പാറ്റേൺസ് ഉള്ള തിങ്കിങ് ഉള്ള പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ, ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ട്, അതിലൊരുപാട് എഡിക്ഷനാണ്, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി എന്തെങ്കിലും എഡിക്ഷൻസ് അൺഹെൽത്തി ആയിട്ടുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ വിട്ട് നമ്മളിലേക്ക് സെൽഫ് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ്സ് ഗൈഡ് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് റിലീസ് ചെയ്തുകൊണ്ട് നല്ലൊരു തുടക്കത്തിന്, അല്ലെങ്കിൽ നല്ലൊരു അബണ്ടൻസിനായിട്ട് പ്രയത്നിക്കുക. ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഏർപ്പെടുക. നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ തന്നെയായാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് ചെറിയ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ കൂടി അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. സ്പിരിറ്റ്സ് ഗൈഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരു അബണ്ടൻസ് ആണ്. നിങ്ങൾക്കൊരു ഫാമിലി ടുഗദർനെസ്, ഫാമിലിയിൽ ഒരു ലൈഫ് ലോങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഒരു ബ്ലെസ്സിങ്സ് എന്ന രൂപത്തിൽ സ്പിരിറ്റ്സ് ഗൈഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഒരു ഫാമിലി ടുഗദർനെസ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നില്ല എന്തെങ്കിലും കാരണവശാൽ, അതിനെല്ലാം ഒരു അവസാനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വൈകാരികമായിട്ടുള്ളൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന നിലയിലാണ് യൂണിവേഴ്സ് നിങ്ങളെ വാർത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പറയാനോ ആളുകൾ അതുപോലെ മനസ്സിലാക്കുന്നില്ല, ഒരു ലോസ്റ്റ് ആയൊരു ഫീലിംഗ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ ഒരു ബെറ്റർമെൻറ്റിനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വൈകാരികമായിട്ട് ഇമോഷണൽ ഡൗൺ ആയ പേഴ്സൺ ആണെങ്കിൽ ഇമോഷണൽ സ്റ്റേബിൾ ആകുക. ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അമിതമായി ദുഃഖിക്കുക, അങ്ങനെ ഡിപ്രഷൻ പോലെ, സ്ട്രെസ്, ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു ബെറ്റർ ലൈഫിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ വൈസ് ആയാലും നല്ലൊരു അബണ്ടൻസ് ആണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് സ്പിരിറ്റ്സ് ഗൈഡ്സ്. ആ ഒരു മെസ്സേജാണ് ഈ റീഡിങ്ങിലൂടെ സ്പിരിറ്റ്സ് ഗൈഡ്സ് തരുന്നത്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ജേണി നിങ്ങൾക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ഇത് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ജേണിയാണ് ലൈഫിൽ. അപ്പോൾ അതൊരു പാർട്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് അല്ല, ഇതൊരു ടെമ്പററി മാത്രമാണ്. ആ ഒരു കാര്യങ്ങൾക്ക് സ്പിരിറ്റ്സ് ഗൈഡിന് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനെ സ്വീകരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ് ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏത് ജേണിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണ ഹൃദയത്തോടു കൂടിയും, അതുപോലെ തന്നെ പൂർണ്ണ കോൺഫിഡൻസോടു കൂടിയും സക്സസ് ആകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്പിരിറ്റ്സ് ഗൈഡ് ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.